പെണ്ണുങ്ങടുത്ത് മാത്രമേ നിന്റെ പരാക്രമം നടക്കത്തുള്ളൂ. നല്ല നട്ടലുള്ള പോലീസുകാരുടെ അടുത്തേ നീ അതെടുക്കത്തില്ല. സോമശേഖര, പെണ്ണിന്റെ വാക്ക് കേട്ട് ഉറഞ്ഞുതുള്ളി വരല്ലേ. അങ്ങനെ വന്നവരെല്ലാം സത്യാവസ്ഥ മനസ്സിലാക്കി പനിച്ച് വിറച്ച് വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിലാ. ഒന്നും മിനുങ്ങിയിട്ടുണ്ടല്ലോ നീ. മനസ്സിന് സമാധാനം ഉണ്ടാവുമ്പം ആരും നന്നാവും. എന്തായാലും നന്നായിരിക്കുമല്ലേ, അല്ലാതെ അവിടുത്തെ ജീവിതം പോലെ കോലം കെട്ടിരിക്കുമല്ലോ. എന്താണ് നീ പറഞ്ഞേ? തൊട്ടുപോലെ തന്നെ. ഞാനിപ്പോ നിൽക്കുന്നതേ എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെയാ. അവിടുത്തെ ജീവിതം മടുത്തിട്ട് തന്നെയാ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഭർത്താവ് പദവി ചമയുന്നതൊക്കെ ആ വീട്ടിൽ വരുമ്പോ മതി. ഇവിടെ അതെടുക്കരുത്. ഇവിടെ എടുത്താ നീ എന്ത് ചെയ്യോടി? നിന്നെ രക്ഷിക്കാൻ പോന്ന നിന്റെ കാമുകന്മാരാരെങ്കിലും എന്നെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റോ? വലിക്കൊക്കെ കാണട്ടെ. എന്നെ മൂടി വിട്. നീ എന്തായി കാണിക്കുന്നേ? മാറിക്കൊണ്ട് ആരാന്ന് വെച്ചാ ഈ പപ്പനെ തൊടാൻ മാത്രം തന്തഗുണമുള്ള മക്കളാരെങ്കിലും ഈ ചന്തയിലുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണണമല്ലോ. നിന്റെ മുടി ഞാൻ ഇനി തലയോട്ടിന്ന് വലിച്ചു പറിച്ചെടുക്കും. വിളിക്കടി നീ നിന്റെ കാമുകനെ. നീ വിളിക്കാൻ പരാക്രമം കാണിക്കേണ്ടതേ പെണ്ണുങ്ങളോടല്ല. ഞാൻ എന്റെ ഭാര്യയോടാടാ പരാക്രമം കാണിച്ചത്. ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങ് വീട്ടില്. ഇതേ മാർക്കറ്റാ. പല പല ആവശ്യങ്ങൾക്ക് പലരും വരുന്ന സ്ഥലം. ഇവിടെ നിന്റെ വൺമാൻ ഷോയും കണ്ടിരിക്കാനുള്ള മനക്കെട്ടില്ലാത്തോണ്ട് പറയുക. ചെല വെട്ടുപിടി. അത് പറയാൻ നീ ആരാടാ? ഞാൻ ആരും ആയിക്കോട്ടെ, പക്ഷേ നീ എന്നെ നിന്റെ കാലനാക്കലെന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ഇനിയും ജയിലിലേക്ക് പോകാനുള്ള ഒരു മടി കൊണ്ടാ. അപ്പൊ ഇതാണല്ലേ നിന്റെ ഇപ്പോഴത്തെ മറ്റവൻ? ഇവനെ കാണാൻ വേണ്ടിയാണല്ലേ നീ പഠിക്കാൻ പോവാണെന്നും പറഞ്ഞ് ഇവിടെ നിന്റെ വീട്ടിൽ നിൽക്കുന്നത്? നിങ്ങളൊക്കെ കണ്ടല്ലോ, ഇതെന്റെ ഭാര്യയാ. പക്ഷെ ഇവൾ എന്റെ വീട്ടിൽ നിൽക്കത്തില്ല, എയർ ഹോസ്റ്റസ് ആവാൻ വേണ്ടി നിൽക്കുവാണെന്നാ പറയുന്നത്. പക്ഷെ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഇനി ഇവിടെ നിന്ന് നീ അനാവശ്യം വിളിച്ചു പറഞ്ഞ അടിച്ച് നിന്റെ അണപ്പല്ലി ഞാൻ താഴെ ഇടും. നീ പോയിക്കോടി വച്ചേ. ഇവനെ പോലുള്ളവരെയൊക്കെ പറഞ്ഞു നേരെയാക്കാൻ പറ്റില്ല. നല്ല ഇടി ഇടിക്കണം, എന്നാലേ അടങ്ങൂ. നീ പോയിക്കോ. എങ്ങോട്ടാണ് പോകുന്നത്? നിക്കടെ. നിക്ക് മോനെ പപ്പ. നീ ഓട്ടോക്കാരോടെ കളിക്കുന്നത്? കാക്കിപ്പട ഇളകിയാലുണ്ടല്ലോ. ഇതിലും വലിയ പോലീസിന്റെ കാക്കിപ്പട വന്നിട്ട് പോടാ പുല്ലേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയാ നിന്റെ ഈ ഓട്ടോപ്പട. നിന്നെ ഞാൻ എടുത്തോളാടാ. ആ, എടുക്കാൻ പാകത്തിന് ഞാനങ്ങ് നിന്ന് തരാം. ഒന്ന് പോടാ. കാണിച്ചു തരാടാ. എന്താ ശിവ ഇതൊക്കെ? ഇതെല്ലാം കഴിഞ്ഞു വന്ന നമ്മുടെ അടുത്ത് അവൻ കാക്കിപ്പട പറഞ്ഞങ്ങ് പേടിപ്പിക്കുന്നേ. ആ സത്യടാ, ഉള്ളത് ഇങ്ങെടുത്തു. ശിവ, നിന്റെ വാർത്തകൾ ചൂടപ്പം പോലെയാണല്ലോ യൂട്യൂബിൽ വരുന്നത്. 2-3 ദിവസം മുമ്പ് ജില്ലാ കളക്ടറുമായിട്ടുള്ള വാർത്തകളാണെങ്കിൽ ഇപ്പോ ദാ ഒരു പെണ്ണിനെ തല്ലുന്ന വാർത്തയാണല്ലോ. അടിച്ചവളുടെ മുഖം മുഴുവൻ പൊട്ടിച്ചല്ലേ? പെണ്ണിനെ അടിച്ചെന്നോ? നിങ്ങൾ ഇത് ആരുടെ കാര്യം പറയുന്നേ? നിന്റെ കാര്യം തന്നെ. പെണ്ണുങ്ങളുമായിട്ട് വിഷയം വരുന്ന കാര്യങ്ങൾക്കാ നിന്റെ പേരിപ്പോ കൂടുതൽ വലിച്ചഴിക്കപ്പെടുന്നത്. നീ ഒന്ന് സൂക്ഷിക്കണേ ശിവ. ഇപ്പൊ ഇവിടെ അടിയുണ്ടായതും ഒരു പെണ്ണിനെ ചൊല്ലി തന്നെയാ. പെണ്ണുങ്ങളുമായുള്ള വാർത്തകൾക്ക് ക്ഷാമമില്ലല്ലോ ശിവ. നിങ്ങൾ എന്നെ നിന്ന് വാരാതെ സത്യയുടെ കാര്യം പറ.
പറയാനും പിടിക്കാനൊന്നും നിൽക്കണ്ട. ദാ ഇതാ സംഗതി, നീ വ്യക്തമായിട്ട് കാണും. ദാ അയാളെന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിലിടിച്ച് എന്നെ മുറിവായി കാണുന്നെ. എന്നെ ഇവിടെ ഇട്ട് കൊന്നുകളയെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നെ. കേട്ടല്ലോ പറഞ്ഞത്. ഇത്രയേറെ ഉപദ്രവിച്ചിട്ടും അയാൾക്ക് കലി അടങ്ങിയിട്ടില്ല. ഇവളിതിങ്ങനെ ആക്കിയോ? ഇങ്ങനൊന്നും അല്ല സത്യമായിട്ട് അവിടെ നടന്നത്. ഇവള് ചതിച്ചതാ. ഇവളെ ഞാനിന്ന് ശിവ, സൂക്ഷിക്കണം. പെണ്ണാണ്. അവളുടെ ഉള്ളു സൃഷ്ടിച്ച സൃഷ്ടാവിന് തന്നെ പിടികിട്ടിയിട്ടില്ല. നീ ആരടാ? ബലാത്സംഗ വീരനോ അതോ സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ നടക്കുന്ന സീരിയൽ കില്ലറോ? പെണ്ണുങ്ങടുത്ത് മാത്രമേ നിന്റെ പരാക്രമം നടക്കത്തുള്ളൂ. നല്ല നട്ടലുള്ള പോലീസുകാരുടെ അടുത്തേ നീ അത് എടുക്കത്തില്ല. സോമശേഖര, പെണ്ണിന്റെ വാക്ക് കേട്ട് ഉറഞ്ഞുതുള്ളി വരല്ലേ. അങ്ങനെ വന്നവരെല്ലാം സത്യാവസ്ഥ മനസ്സിലാക്കി പനിച്ച് വിറച്ച് വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിലാ. ഇതവള് മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാ. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? അവളൊരു പരാതി വന്നു. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ അത് റിയലായിട്ട് നടന്നതാണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഞാൻ വരച്ച് ചേർക്കണം. ഞാൻ അങ്ങനെ നിനക്ക് അനുകൂലമായിട്ട് വരയ്ക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോ സാറ് മൊടയായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നെ നീ എന്ത് കരുതിയടാ? നിന്റെ ചട്ടമ്പിത്തരം കണ്ട് ആരാധന മൂത്ത് നിന്നെ നായകനാക്കി ഞാൻ വല്ല സിനിമയും പിടിക്കുമെന്നോ? ഒരു ജോഷിപ്പടത്തിന്റെ എല്ലാ ചേരുവയും ചേർത്ത് വെച്ചുകൊണ്ട് ഞാനൊരു തിരക്കഥ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അത് ഭദ്രൻ സാറിന്റെ സിനിമയിലെ ആടുതോമയെ കൊണ്ടുപോയതുപോലൊരു പോക്ക. അത് ഞാനിവിടെ അങ്ങ് ക്രിയേറ്റ് ചെയ്യാൻ പോവാ. പെൺവാണിഭ വീരനും പെണ്ണിനെ പീഡിപ്പിക്കുന്നവനും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. മാർക്കറ്റിലുള്ളവരും സാധാരണക്കാരും അല്ലേ നിന്റെ ആരാധകര്? നിന്റെ ആ ആരാധകരുടെ കണ്ണ് തെളിക്കുന്ന കാഴ്ചയാടാ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. വിലങ്ങ് വെക്കണോ അവനെ? സർ, മാറിക്കണോ. ഞാൻ ഈ പറയുന്ന ഡേസി ഒന്നും ചെയ്തിട്ടില്ല. ദേഷ്യം വന്നപ്പോ അവളെ തല്ലാനൊന്ന് കൈ ഓങ്ങിയെന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മതിയടാ, നീ തല്ലാൻ ഓങ്ങിയില്ലേ? ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നെ തല്ലി ഞാൻ ഒപ്പിച്ചെടുത്തോളാം.